ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിസ്ല ബെഞ്ചമിൻ. നിങ്ങൾ എല്ലാവരും സുഖം എന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇൻഡോ ചൈനീസ് ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിയാതെ നേരെ വീഡിയോയിലേക്ക്. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും പിന്നെ 1 ടീസ്പൂൺ എണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 കപ്പ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് ബോൺലെസ് ചിക്കൻ ആണ്. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ചിക്കനൊക്കെ നല്ല ഗോൾഡൻ കളറായി നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിൽ തന്നെ 2 മുട്ട ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഉപ്പും ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി നല്ല സ്ക്രാമ്പിൾ എഗ് ആയിട്ടെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സ്ക്രാമ്പിൾ എഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് തീ നല്ലതുപോലെ കൂട്ടി വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതേ പാനിൽ തന്നെ 2 ടീസ്പൂൺ ബട്ടറും കുറച്ച് എണ്ണയും ചേർത്ത് കൊടുക്കും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 സവാള ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് ചെറുതായി അരിഞ്ഞ ക്യാരറ്റും പിന്നെ ബീൻസും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ള പാർട്ടും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 5 മുതൽ 7 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ക്യാരറ്റും ബീൻസൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ടുള്ള റൈസ് വേണം ഇതിന് യൂസ് ചെയ്യാൻ. ബെസ്റ്റ് ആയിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെച്ച റൈസാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നല്ലത്. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗറും പിന്നെ 1 ടീസ്പൂൺ സോയ സോസും ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം.
ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും ചിക്കനും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. തീ ഓഫാക്കിയതിന് ശേഷം അവസാനം ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പാർട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ മെഷർമെൻറ്റിൽ 3 മുതൽ 4 പേർക്ക് വരെ സെർവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു മുട്ടേൻ്റെ വെള്ള, 2 ടീസ്പൂൺ സോയ സോസും ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലോർ പൊടിയും ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ് വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അടുത്തത് ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നല്ലതുപോലെ 2 സൈഡും ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ചിക്കനൊക്കെ നല്ലതുപോലെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതൊന്നും എടുത്ത് മാറ്റി വെക്കാം. ഇനി അടുത്തത് സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു സവാള ക്യൂബായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അര ക്യാപ്സിക്കം ക്യൂബായി അരിഞ്ഞതാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് ഒന്ന് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തിളക്കട്ടെ. ഇനി ഇതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ സോയ സോസും അതേമാതിരി തന്നെ 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ ഒരു ചെറിയ ബൗളിൽ 2 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കോൺഫ്ലവർ വാട്ടർ നമുക്ക് ഈ ചിക്കൻ മഞ്ചൂരിയനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും
ഈ ചിക്കൻ മഞ്ചൂരിയനൊക്കെ നല്ലതുപോലെ തിക്കാവും. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതൊക്കെ നല്ലതുപോലെ ഈ സോസൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ മഞ്ചൂരിയൻ ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടി തന്നെ വൈറ്റ് സെസമി സീഡ് എല്ലാം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മഞ്ചൂരിയനും ചിക്കൻ ഫ്രൈഡ് റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.